രണ്ടാഴ്ച മുമ്പാണ് നമ്മുടെ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ വിമാനം, പോർ വിമാനം F-35B നമ്മൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നത്. തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത് മാത്രമേ വിമാനത്തിന് ഓർമ്മയുള്ളൂ. പിന്നെ എപ്പോഴും എയറിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഈ പ്ലെയിന് എത്തിയപ്പോൾ ഇന്ത്യയിൽ ലോകത്ത് തന്നെ 3, 4, 5 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ പോർ വിമാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാപ്റ്റൻ ഒരു കസേരയിട്ട് അവിടെ തന്നെ ഇരുന്നു. ആരെയും അതിൻ്റെ അടുത്തോട്ട് പോലും എത്തി നോക്കാൻ പോലും സമ്മതിക്കാതെ അവിടെ തന്നെ ഇരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ കേന്ദ്രത്തിലേക്ക് ഇത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് പോലും അതിന് പോലും അവർ തയ്യാറല്ല. ഞങ്ങളുടെ ആൾക്കാർ വരട്ടെ എന്നാണ് അദ്ദേഹം കർശന നിലപാടെടുത്തത്. അതിനുശേഷം പിറ്റേന്ന് ഹെലികോപ്റ്ററിൽ ബ്രിട്ടനിൽ നിന്ന് ആളെത്തിയതിന് ശേഷം മാത്രമാണ് ആ പ്ലെയിനിൻ്റെ അടുത്തിൽ നിന്ന് ആ ക്യാപ്റ്റൻ മാറുന്നത്. അപ്പം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ UK ബ്രിട്ടീഷിന് ഈ പോർ വിമാനം. കാരണം ഇതിൻ്റെ യാതൊരുവിധ സാങ്കേതിക വിദ്യയും പുറത്ത് ആർക്കും കൊടുക്കാൻ അവർ തയ്യാറല്ല. അതുതന്നെയാണ് കാര്യം. പക്ഷേ നമ്മുടെ കേരളത്തിലെ ട്രോളർമാർ ഇതൊരു ആഘോഷമാക്കി മാറ്റി. നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെ പരസ്യത്തിലും ഈ പോർ വിമാനം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് രസകരമായ സംഗതി. കേരളം മനോഹരമായ സ്ഥലമാണ്, ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല എന്ന് ടൂറിസം വകുപ്പ് ഇറങ്ങി. പോലീസിനെ ഒട്ടും മാറ്റി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. സുരക്ഷയാണ് സാറേ കേരളത്തിൻ്റെ മെയിൻ എന്ന് കേരള പോലീസ് ഇറക്കി. ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പം ശരിയാക്കി തരാം ആ ജോയ് ഇഞ്ഞെടുത്ത് എന്ന് പറയുന്ന ട്രോൾ വീഡിയോയുമായിട്ട് അവരും വന്നു. അങ്ങനെ എല്ലാ തലത്തിലും ട്രോളുകളുടെ അഭിഷേകം. OLX ഇത് വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളതാണ് രസകരമായ സംഗതി. മറ്റൊരു ബിരുദൻ ഇതിന് നോക്കുകൂലി വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ട്രോൾ വീഡിയോ പങ്കു. വിമാനമുള്ള കേരളത്തെ നോക്കി അസൂയോടെ നിൽക്കുന്ന മറ്റ് സംസ്ഥാനം തമിഴ്നാടും കർണാടകത്തെ പറ്റി ട്രോൾ വീഡിയോ ഉണ്ടായി. പിന്നെ ചായക്കടയിലിരുന്ന് കഴിഞ്ഞതും എന്ന് വേണ്ട പല ട്രോൾ വീഡിയോകൾ ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിക്കൊണ്ടേയിരുന്നു. ട്രോളർമാർ ഇതൊരു ചാകര കാലമായി. ഏതായാലും ലാസ്റ്റ് പിന്നെത്തിയത് നമ്മുടെ പഴയ വെള്ളാനകളുടെ നാട് ലാലേട്ടനും ശോഭനയും നമ്മുടെ കുതിരോട്ടമ്പപ്പൂവും മണിയമ്പിള്ള രാജുവൊക്കെ നിറഞ്ഞാടിയ ചിത്രമാണ് വെള്ളാനകൾ നാട്. അതിലെ ഒരു രംഗമാണ് ഒരു കാരണവശാലും മലയാളി മറക്കാത്തതാണ്. എപ്പോഴും ട്രോൾ വീഡിയോയിലേക്ക് സ്ഥിരമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊയ്തീനെ ആ ചെറിയ സ്പാനറിഞ്ഞൽ എന്ന് പറയുന്ന രീതിയിൽ വിമാനം ശരിയാക്കുന്ന പപ്പുവിനെ അവതരിപ്പിച്ചു. അങ്ങനെ വിവിധങ്ങളായ ട്രോൾ വീഡിയോകൾ കൊണ്ട് നിറഞ്ഞു കവിയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം F-35B കേരളത്തിൽ പറന്നിറങ്ങിയത് മാത്രമേ അതിന് ഓർമ്മയുള്ളൂ. ഏതായാലും ഏറിപ്പോയി എന്നുള്ളതാണ് രസകരമായ സംഗതി. ഇപ്പം കേരളത്തിൽ നിന്ന് ഇത് പറന്നു പോകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. തീർന്ന് ഇത് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് പറന്നു പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും ചരക്ക് വിമാനത്തിൽ ഇത് കയറ്റിക്കൊണ്ടു പോകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. പുതിയ ട്രോളുകളും വീഡിയോയുമൊക്കെ ആയിട്ട് കേരളത്തിലെ ട്രോളർമാർ നിറഞ്ഞു നിൽക്കുന്ന സംഗതിയാണ് കാണുന്നത്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള പോർ വിമാനമാണെങ്കിലും മലയാളികളെ സംബന്ധിച്ച് അതൊരു വെറും വിമാനം മാത്രമാണ്. അവർ ട്രോളിക്കൊണ്ടേയിരിക്കും. മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ഏത് സംഭവത്തിലും രസകരമായ ട്രോളുകൾ നിർമ്മിക്കാൻ ഇത്ര വീരതയുള്ളവർ ലോകത്തിലെ ഒരു പ്രദേശത്തും ഇല്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. ചില ട്രോളുകൾ കണ്ട സത്യം പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു. അത് തന്നെയാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രോളർമാർ ഇങ്ങനെ വിലസട്ടെ. ഏതായാലും ഈ ചരക്ക് കപ്പൽ എന്ന് കേരളം വിടും എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഒക്കെ ബൈ.